മലയാളികളുടെ ആശങ്കയിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്. നടൻ മോഹൻലാൽ ആശുപത്രിയിൽ. കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനു പിന്നാലെയാണ് അദ്ദേഹം എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മോഹൻലാൽ ചികിത്സ തേടിയതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആശുപത്രി അധികൃതർ തന്നെയാണ്. ആരോഗ്യ റിപ്പോർട്ട് പ്രകാരം മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട്. ഇതേ തുടർന്ന് ഡോക്ടർമാർ 5 ദിവസത്തെ വിശ്രമം അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു. കൂടാതെ തിരക്കുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തുവന്നത് മുതൽ മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയിലാണ്. മോഹൻലാൽ അത്രത്തോളം നമ്മുടെ ഹൃദയത്തെ കീഴടക്കിയ കലാകാരനാണ്. ആശ്വാസം എന്തെന്നാൽ മോഹൻലാൽ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ പറയുന്നുണ്ട്. എമ്പുരാന്റെ ഗുജറാത്ത് ഷൂട്ടിംഗ് ഷെഡ്യൂളും തന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും പൂർത്തിയാക്കി കൊച്ചിയിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നു. എന്നിട്ടും ശനിയാഴ്ച താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ റിലീസ് മോഹൻലാൽ പ്രഖ്യാപിച്ചു. ഒക്ടോബർ 3-നാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്താൻ പോകുന്നത്. ആദ്യം സെപ്റ്റംബർ 12-ന് സിനിമ റിലീസ് ചെയ്യാനായിരുന്നു അണിയറ പ്രവർത്തകർ ആലോചിച്ചത്. പിന്നീട് അതിന്റെ റിലീസ് നീട്ടിവെക്കുകയായിരുന്നു. വാസ്കോഡ് ഗാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം പറയുന്നത്. നിധി തേടി ഒരു കൊച്ചുകുട്ടി ബറോസ് എന്ന കഥാപാത്രത്തിന് മുന്നിലെത്തുന്നതാണ് കഥയുടെ പ്രമേയം. ബറോസ് എന്ന ഭൂതമായാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുക. 40 വർഷത്തെ അഭിനയ ജീവിതത്തിലെ മുഴുവൻ അനുഭവമായിട്ടാണ് മോഹൻലാൽ സംവിധാന മേഖലയിലേക്ക് വരുന്നത്. അതോടൊപ്പം മലയാളികൾ കാത്തിരുന്ന ഒരുപാട് മികച്ച പ്രോജക്റ്റുകളിലും മോഹൻലാൽ ഭാഗമാകുന്നുണ്ട്. എല്ലാം ഏറെ ഭംഗിയായി ചെയ്യുവാൻ മോഹൻലാൽ ഉടനെ തന്റെ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചെത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയിലാണ് മലയാളികളും സിനിമാ ലോകവും.